ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി $232 ബില്യൺ അധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി B. പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് ആ കമ്മിറ്റി വെച്ചത്. എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 ആഴ്ച സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരം മാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും. സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴിതെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്. ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. 1-ാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186-ന് അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. 2-ാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാ ക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.